ആഘോഷത്തിന്റെ വേലിയേറ്റത്തിനായി വേല ഫെസ്റ്റ് 2026 ചേലക്കരയിൽ. ചേലക്കരയെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ മാർച്ച് 18 മുതൽ ഏപ്രിൽ 5 വരെ ചേലക്കര തൊഴുപ്പാടും റോഡിൽ വേല ഫെസ്റ്റ് നടക്കുന്നു. ഭാരതീയ വേദസംസ്കൃതിയുടെ പഠനത്തിനും സംരക്ഷണത്തിനും പ്രചാരണത്തിനും ഗവേഷണത്തിനുമായി ഭാരതപ്പുഴയുടെ തീരത്ത് അറിവിൻ്റെ ആദ്യ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു. ഗായത്രി മന്ത്രത്തെ പ്രധാന ദേവതയായി പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്ന ക്ഷേത്രമാണ് നീളാതീരത്ത് 30 കോടി ചെലവിൽ ഉയർന്നു വരുന്നത്. ഗായത്രി ഗുരുകുലത്തെ വേദപഠന സർവകലാശാലയായി വളർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഷൊർണൂർ കവളപ്പാറ ത്രാങ്ങാലി നീലിമല ഭഗവതിക്കുന്നിലെ 4 ഏക്കറിലാണ് വേദശാസ്ത്ര പ്രചാരകരായ ഗായത്രി ഗുരുകുലം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളുടെയും പ്രചാര സംരക്ഷണത്തിനായി ഗായത്രി ഗുരുകുലം എന്ന പേരിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വേദപാഠശാലയും മഹാക്ഷേത്രവും ഒരുക്കുന്നത്. ദക്ഷിണാമൂർത്തിയും വേദവ്യാസനും ഗണപതിയും ഇവിടെ ഉപദേവതകളാകും. പാഠശാല, യജ്ഞശാല, ഹോമകുണ്ടങ്ങൾ, തീർത്ഥക്കുളം, ധ്യാനപ്പുരകൾ, സംസ്കൃത വേദശാസ്ത്ര ഗവേഷണം, വേദവ്യാകരണ പുസ്തകങ്ങൾ അടങ്ങിയ ലൈബ്രറി എന്നിവയും ഗുരുകുലത്തിലുണ്ടാകുമെന്ന് ഗായത്രി ഗുരുകുലം ട്രസ്റ്റ് ആചാര്യൻ ഡോക്ടർ അരുൺ പ്രഭാകരൻ പറഞ്ഞു. അയോധ്യയിലെ രാംലല്ലയുടെയും കേദാർനാഥിലെ ശങ്കരാചാര്യ പ്രതിമയുടെയും ശില്പിയായ അരുൺ യോഗിരാജാണ് ഗായത്രി വിഗ്രഹം നിർമ്മിക്കുക. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മള് നമ്മളെ പഠിതാക്കളെ അടുത്തുനിന്നൊക്കെ നമ്മൾ സ്വരൂപിച്ച് പണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭൂമി നമ്മൾ ഇവിടെ മേടിച്ചെടുത്തത്. അടുത്തത് നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇതൊരു വെറും ഒരു ക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പം മാത്രമല്ല. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഒരു ക്ഷേത്രം, ഇത്രയും ക്ഷേത്രം ഉണ്ടാവുന്ന സമയത്ത് വേറെ എന്തിനാ ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഇതൊരു ഈ ഒരു കേരളത്തിന്റെ ഒരു മധ്യ ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. അത് മാത്രമല്ല, ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു പഞ്ചമുഖിയായിട്ടുള്ള ഒരു ഗായത്രി ക്ഷേത്രം എവിടെയും കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതിന് അത്രത്തോളം പ്രാധാന്യം ഈ ഒരു ഭൂമിക്കും ഉണ്ട്, അതേപോലെ തന്നെ ഈ വരുന്ന പ്രതിഷ്ഠയ്ക്കുമുണ്ട്. ഗായത്രി ഗുരുകുലത്തെ ജാതിമത പ്രായഭേദമില്ലാതെ വേദപഠനം സാധ്യമാക്കുകയും വേദിക് സർവകലാശാലയാക്കി വളർത്തുകയുമാണ് ലക്ഷ്യമെന്ന് ഗുരുകുലം ട്രസ്റ്റി കിരൺജി പറയുന്നു. ആ മഹാക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിയാവട്ടെ, വ്യാസനാവട്ടെ, ഗണപതി തുടങ്ങിയിട്ടുള്ള ഉപദേവതകളും ഉണ്ടായിരിക്കും. മാത്രമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് 4 വേദങ്ങളും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഋഗ്വേദികളാണെങ്കിലും ഭഗവാൻ ആചാര്യ ശ്രീധർ അടികൾ, ഡോക്ടർ ശ്രീധർ അടികൾ എന്ന് പറയുന്ന ഒരു മഹാഗുരുവിൽ നിന്നും അഥർവവേദം സമ്പൂർണ്ണമായി അധ്യയനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഗോകർണത്തു നിന്ന്. അപ്പോ ഗുരുനാഥന്റെ കൂടി നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ അഥർവവേദവും കൂടി പഠിപ്പിക്കുന്ന ആദ്യത്തെ വേദപാഠശാലയും വരാൻ പോകുന്നത് ഈ നീലാമലക്കുന്നിൽ അഥവാ ത്രാങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് വലിയ ഒരു പദ്ധതിയാണ്. ഒരു ക്ഷേത്രം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പാഠശാല ഉണ്ടാക്കുക എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു ലക്ഷ്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ തന്നെ, ഒരുപക്ഷെ ദക്ഷിണ ഭാരതത്തിൽ തന്നെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ആദ്യത്തെ വേദിക് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. ആഘോഷത്തിന്റെ വേലിയേറ്റത്തിനായി വേല ഫെസ്റ്റ് 2026 ചേലക്കരയിൽ. ചേലക്കരയെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ മാർച്ച് 18 മുതൽ ഏപ്രിൽ 5 വരെ ചേലക്കര തൊഴുപ്പാടും റോഡിൽ വേല ഫെസ്റ്റ് നടക്കുന്നു. വിവിധ വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഫാമിലി ഗെയിംസ്, അമ്യൂസ്മെന്റ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ വേലാഘോഷത്തെ മനോഹരമാക്കും. ചേലക്കര ഗ്രാമപഞ്ചായത്തും വേല കോർഡിനേഷൻ കമ്മിറ്റിയും UK ഫെസ്റ്റും സംയുക്തമായി നടത്തുന്ന വേല ഫെസ്റ്റിൽ പ്രവേശനം തികച്ചും സൗജന്യം. ഇത്തവണത്തെ വേലയ്ക്ക് കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാം.